പായസവും പപ്പടവും പഴവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി 2 തരം വെറൈറ്റി പായസമാണ്. അപ്പോൾ നമുക്ക് 2 തരം വെറൈറ്റി പായസം എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് അടപ്പായസം ഉണ്ടാക്കാം. ആട്ട നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയെടുക്കാൻ. അല്ല, നമ്മുടെ ആട്ട ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇത് നമുക്ക് പാലിലിട്ട് വെച്ചെടുക്കാം. കാച്ചി കുറുക്കിയ പാല് അടയെന്ന് വേകാൻ, അതിനാണ് നമ്മൾ കുറച്ച് പാലിൽ വെള്ളം ചേർത്തത്. നമ്മൾ മധുരത്തിന് പഞ്ചസാര ഇടുന്നത് കൽക്കണ്ടമാണ്. കൽക്കണ്ട് അപ്പോൾ നമ്മൾ ഈ കട്ടിയിലാണ് ഇത് ഇറക്കുന്നത്. നല്ല റോസ് കളറായിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത്, ഒരു നുള്ളു ഉപ്പ് ബാലൻസിൽ. അങ്ങനെ നമ്മൾ പാലട പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് പായസം ഉണ്ടാക്കാം. ആദ്യം നമുക്കൊരു ചട്ടി വെച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങ വറുത്തെടുക്കാം. കുറച്ച് നെയ്യ് ഇപ്പം ആദ്യം വറുത്തെടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം. കുട്ടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇതാണ് നമ്മൾ പരിപ്പ് പായസത്തിൽ ഉപയോഗിക്കുന്ന മധുരം. പനഞ്ചക്കര അതിൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാല്, പശുവിൻ പാല്, ഈ പരിപ്പ് മുന്തിരി, തേങ്ങ, ഏലക്കായ പൊടിച്ചാണ് റെഡി ആയിട്ട്. അപ്പോൾ നമ്മൾ പായസം ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവാണ്. ആദ്യം നമുക്ക് കറുപ്പ് പായസം ടേസ്റ്റ് നോക്കാം. കുറച്ചൊഴിക്കും ചിന്തണ്ട. ഇനി നമുക്കിതിൽ ഒരു പഴമൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് പറയാം. 2 പഴം ഇരിക്കട്ടെ. 2 പഴമൊക്കെ പൊട്ടിച്ചിട്ട് ഇതിനെയൊക്കെ കൂടി കണ്ട് മിക്സ് ചെയ്യണം. ഈ പായസവും പപ്പടവും പഴവും പൊളി. ഹാ ഇത് നമ്മുടെ അടപ്പായസം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയാണ്. ഇത് ശരിക്കും ഒന്നും വേണ്ടത്. ഇതിങ്ങനെ വെറുതെ കഴിച്ച് നോക്കാം. സാധാരണ പഞ്ചസാര ഇട്ടാണ് ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ കൽക്കണ്ടിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ പ്രത്യേക രുചി, ഒരു പ്രത്യേക ടേസ്റ്റാണ് കൽക്കണ്ടിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ കുറേ പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പായസമൊക്കെ നമ്മൾ നമ്മുടെ ഓർഫനയിൽ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി